Dear student, Assalamu alaikum. Let us start our new chapter, Perimeter and Area. 16th chapter, Perimeter and Area. Perimeter and Area. Dear students, നമുക്കറിയാം 2D shapes, അല്ലേ? 2-dimensional figures, rectangle, square, triangle, circle. Circles 2-dimensional നമുക്ക് പറയാൻ പറ്റും. 2-dimensional rectangle, square, triangle, parallelogram. ഇതൊക്കെ നമുക്ക് 2D shapes എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു 2D shapes, ആ ഫിഗേഴ്സിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്പേസ് അല്ലേ? ഇപ്പോൾ ABCD എന്നുള്ള റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുന്ന സ്പേസ്, നമ്മൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD + BC + DC + AD ചുറ്റളവ് അല്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറിയുടെ ലെങ്ത് ആണ് നമ്മൾ എന്ത് പറയുക, പെരിമീറ്റർ എന്ന് പറയും. ഏരിയ എന്ന് പറഞ്ഞാൽ ബൗണ്ടറിയുടെ എൻക്ലോസ് ആയിട്ടുള്ള ആ ഒരു സ്പേസ് അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഫിഗേഴ്സ്, 2D ഫിഗേഴ്സിൻ്റെ ഏരിയ, പെരിമീറ്റർ. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയുന്നത് സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ഒക്കെ ഏരിയയും പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ABCD എന്നുള്ള റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ലെങ്ത് L-ഉം ബ്രെഡ്ത്ത് B-യും ആണെങ്കിൽ L × B. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L × B. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാ ബൗണ്ടറിയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ L, ഇവിടെ B, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റും B ആയിരിക്കും, L-ന് ഓപ്പോസിറ്റും ലെങ്ത് തന്നെ ആയിരിക്കും. മാർക്ക് ചെയ്യാം. അപ്പോൾ L + B + L + B, അപ്പോൾ 2 × L + B എന്ന് പറയും. 2 × L + B, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 2 × L + B. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്ക്വയറിലേക്ക് വരാം. സ്ക്വയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇപ്പോൾ സൈഡിൻ്റെ ലെങ്ത് A എന്ന് എടുത്താൽ എല്ലാ സൈഡ് ലെങ്ത്തും എന്തായിരിക്കും, A തന്നെയായിരിക്കും. അതാണല്ലോ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ABCD എന്നുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈഡ് × സൈഡ്, അതായത് A × A = A². ഏരിയ ഓഫ് സ്ക്വയർ A². പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താ വരിക? പെരിമീറ്റർ ഓഫ് സ്ക്വയർ നമുക്കറിയാം A + A + A + A + 4 ടൈംസ്, അപ്പോൾ 4A അല്ലേ? 4 × A ആണെന്ത്, പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രയാങ്കിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ABCD എന്നുള്ളൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ½ × ബേസ് നമ്മൾ B എന്ന് എടുക്കുക. ഈ BC എന്നുള്ള ബേസ് B ആയിട്ട് എടുക്കാൻ, BC എന്നുള്ള ബേസിൻ്റെ ലെങ്ത് B ആണെങ്കിൽ ½ × B × ഈ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് H. അപ്പോൾ ½ × ബേസ് × ഹൈറ്റ് ആണെന്ത്, ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ = ½ × ബേസ് × ഹൈറ്റ്. യെസ്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഈ ഒരു ഏരിയ പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിനി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. നോക്കൂ, എക്സാമ്പിൾ 1 നോക്കൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 6 cm ആൻഡ് ബ്രെഡ്ത്ത് 4 millimeter. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലേ? അപ്പോൾ അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് ലെങ്ത് എന്ന് പറയുന്നത്? 6 cm. ബ്രെഡ്ത്ത് 40 millimeter എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മില്ലിമീറ്റർ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 40 millimeter എന്നുള്ളത് 4 cm. 40 millimeter 4 cm. ബിക്കോസ് എന്തിനാണ് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയത്? കാരണം ഇവിടെ ലെങ്ത് സെൻറ്റിമീറ്ററിലാണ്.
അപ്പോൾ നമുക്ക് ബ്രെഡ്ത്തും സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏരിയ എന്നുള്ള ഇക്വേഷനിൽ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കറിയാം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L ഇൻറ്റു ബി ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് 6 ഇൻറ്റു ബ്രെഡ്ത്ത് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 centimeter square. Area will be 24 centimeter square. Clear? Yes. Next we have the example 2, page number 218. Find the area of a square of side 12.5. Find the area of square. Find the area of square side 12.5 centimeter. 12.5 centimeter. നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം സൈഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ സൈഡ് 12.5 ആണെങ്കിൽ 12.5 ഹോൾ സ്ക്വയർ മീൻസ് 12.5 ഇൻറ്റു 12.5 അല്ലേ? അപ്പോൾ 12.5ഉം 12.5ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. അതായത് 156.25 സെൻറ്റിമീറ്റർ. ഇതാണ് ആൻസർ വരുന്നത്. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ്. Find the cost of fencing a rectangular garden whose length is 40 meter and breadth is 30 meter at 2 rupees per meter. Find the cost of fencing rectangular garden. Find the cost of rectangular garden. നമ്മൾ റെക്ടാങ്കിൾ ഗാർഡൻ അല്ലേ? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് റെക്ടാങ്കിൾ ഗാർഡൻ. ഒരു റെക്ടാങ്കിൾ രൂപത്തിലുള്ള ഒരു ഗാർഡൻ, അതിൻ്റെ കോസ്റ്റ് ഓഫ് ഫെൻസിങ് അല്ലേ? അപ്പം മതിൽ കെട്ടാനുള്ള കോസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മതിൽ കെട്ടാൻ ഇങ്ങനൊരു റെക്ടാങ്കിൾ, അതിൻ്റെ ചുറ്റുമതിൽ കെട്ടാൻ എത്ര രൂപയാകും? ആ റെക്ടാങ്കുലർ ഗാർഡൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 40 മീറ്റർ, ബ്രെഡ്ത്ത് 30 മീറ്റർ തന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുമതിലിന് എത്ര കോസ്റ്റ് ആവും, മതിൽ കെട്ടാൻ എത്ര കോസ്റ്റ് ആവും എന്നറിയാൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ നമുക്കറിയാം 2 × L + 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ L എന്ന് പറഞ്ഞാൽ 40 പ്ലസ് B എന്ന് പറഞ്ഞാൽ 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 40 + 30 70. ദാറ്റ് ഈസ് ഈക്വൽ ടു 140 മീറ്റർ. 140 മീറ്റർ. ഇതാണ് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കും. അതായത് നമ്മൾ ബൗണ്ടറിയുടെ ലെങ്ത് എത്രയും ടോട്ടൽ ലെങ്ത് എത്ര വരുന്നത് നമ്മൾ കണ്ടു അല്ലേ? ഇനി നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ 1 മീറ്ററിന് 2 രൂപ വെച്ചിട്ടാണ് അല്ലേ? 1 മീറ്ററിന് 2 രൂപ വെച്ചിട്ട്. അപ്പോൾ ടോട്ടൽ എത്ര മീറ്റർ ഉണ്ട്? 140. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 140 ഇൻറ്റു 2 ചെയ്താൽ പോരെ? 280 rupees. Okay. Yes. The next question. Example 4. Example 4. The area of the rectangular field is 24,600 meters square. Area of the rectangular field is area 24,600. Area of the rectangular field is meter square. If the length of the field is 492 meters, length of the field is 492 meters. Find the perimeter of the field. Find the perimeter. Find the perimeter of the field. Also find the cost of fencing the field at 445 rupees per meter. അപ്പോൾ ആ റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ആ റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ഫെൻസിങ് ദ ഫീൽഡ് എത്ര ടോട്ടൽ കോസ്റ്റ് ആവുമെന്നറിയാം അല്ലേ? പെരിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഫെൻസിങ്ങിന് ടോട്ടൽ എത്ര കോസ്റ്റ് ആകും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്, ബട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ബ്രെഡ്ത്ത് ആവശ്യമാണ്. അപ്പോൾ ബ്രെഡ്ത്ത് കിട്ടാൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? റെക്ടാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ 24,600. ഏരിയ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഇനി ഇവിടുന്ന് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ലെങ്ത് ഈസ് 492. ഇവിടുന്ന് ബ്രെഡ്ത്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 24 ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 24,600 all divided by 24,600 all divided by 492. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 50 മീറ്റർ എന്ന് ബ്രെഡ്ത്ത് കിട്ടി. 50 മീറ്റർ ബ്രെഡ്ത്ത് കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി കോസ്റ്റ് ഓഫ് ഫെൻസിങ് ഫീൽഡ് അല്ലേ, പെരിമീറ്റർ കണ്ടുപിടിക്കാം. ബ്രെഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 2 × L + B. അത് ഉപയോഗിച്ചിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കുക. ആ പെരിമീറ്ററിനെ 445 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ്. ട്രൈ. യെസ്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? എക്സാമ്പിൾ 5, പേജ് നമ്പർ 219. പേജ് നമ്പർ 219. Yes. Find the area of the following figure. Find the area of the following figure. Find the area of the following figure. നിങ്ങൾ നോക്കൂ, ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 219 എക്സാമ്പിൾ 5. അതിൽ എ ക്വസ്റ്റ്യൻ കണ്ടോ? എങ്ങനെയാണ് ഫിഗർ വരുന്നത്? ഇതാ ആ എ ക്വസ്റ്റ്യനിലെ ഫിഗർ ഇതാ ഇങ്ങനെ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫിഗർ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഫോളോയിങ് ഫിഗർ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ബട്ട് നമുക്കറിയാത്ത റെക്ടാങ്കിളിൻ്റെ സ്ക്വയറിൻ്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെയാണ് നമുക്കറിയാം. ഇങ്ങനെ ഒരു ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യാം അല്ലേ. ഇവിടെ ഒരു റെക്ടാങ്കിൾ, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇങ്ങനെ ഒരു റെക്ടാങ്കിളും, പിന്നെ ഇവിടെ ഒരു റെക്ടാങ്കിൾ, ഇവിടെ രണ്ടാമത്തെ റെക്ടാങ്കിൾ, ഇവിടെ തേർഡ് റെക്ടാങ്കിൾ. അപ്പോൾ ഈ 3 റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ ഇല്ലേ? യെസ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഫസ്റ്റ് റെക്ടാങ്കിൾ നോക്കാം. ആ ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ ഏരിയ ഫസ്റ്റ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ സെക്കൻഡ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് തേർഡ് റെക്ടാങ്കിൾ. അത് ബട്ട് ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും വേണം അല്ലേ. ഇവിടെ ലെങ്ത്ത് ഉണ്ട് 2.5, ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ഇവിടുന്നിട്ട് ഇവിടം വരെയാണ് ബ്രെഡ്ത്ത് വരിക അല്ലേ. ഈ റെക്ടാങ്കിളിൻ്റെ ലെങ്ത്ത് 2.5, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്നിട്ട് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടുന്നിട്ട് ഇവിടം വരെ 7 ആണ് അല്ലേ. ആ 7 ഇവിടുന്നിട്ട് ഇവിടം വരെ നമുക്കിതാ ഈ ലെങ്ത് ഉണ്ട്, ഇതാ 3 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ആ 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയ തന്നെ ആയിരിക്കില്ല, കാരണം ഇവിടെ ബ്രെഡ്ത്തും ലെങ്ത്തും സെയിം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ തേർഡ് റെക്ടാങ്കിൾ, അതിൻ്റെ ലെങ്ത്ത് 10, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്നിട്ട് ഇവിടം വരെ ഉള്ളൂ. അത് എത്ര വരിക? ടോട്ടൽ 7 ആണ്. 7 ഇവിടം വരെയുള്ള 3 സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. 7 3 പോകുമ്പോൾ 4, 7 3 പോകുമ്പോൾ 4. അപ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് ഓരോ റെക്ടാങ്കിളിൻ്റെ ഏരിയയും ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ ഏരിയ 2.5 × 3 പ്ലസ് ഏരിയ സെക്കൻഡ് റെക്ടാങ്കിളിൻ്റെ ഏരിയ 2.5 × 3, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ്
ഈ തേർഡ് റെക്ടാങ്കിളിൻ്റെ ഏരിയ 10 into 4. തേർഡ് റെക്ടാങ്കിളിൻ്റെ ഏരിയ 10 into 4. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ടോട്ടൽ ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നത് 55 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഈസ് ഈക്വൽ ടു 55 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? നെക്സ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾ ബിയും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇതേപോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ബി എന്നുള്ള ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ചില പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് യൂണിറ്റിനെ എന്ത് ചെയ്യേണ്ടി വരും, മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചില യൂണിറ്റിൻ്റെ കൺവേർഷൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. കാരണം പ്രോബ്ലം ചെയ്യാൻ നമുക്കത് ആവശ്യം വരും, ചില കൺവേർഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കണം, നമുക്ക് പേജ് നമ്പർ 221 പേജ് നമ്പർ 221 അത് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. വൺ മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. നോട്ട് ദാറ്റ്, ഇത് നോട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ഹോൾ സ്ക്വയർ. 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ഈക്വൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 into 100 അല്ലേ. 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 100 into 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് 1 കിലോമീറ്റർ. നമുക്കറിയാം 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. അപ്പോൾ 1 കിലോമീറ്റർ സ്ക്വയർ ഈക്വൽ ടു 1000 into 1000 മീറ്റർ സ്ക്വയർ. അതായത് നമുക്ക് 1 2 3 4 5 6 സീറോസ് ഇല്ല, അപ്പോൾ 10⁻6 മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ 4 സീറോസ് ഉണ്ട്, അപ്പോൾ 10⁻4 മീറ്റർ സ്ക്വയർ നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 1 ഏക്കർ 100 മീറ്റർ സ്ക്വയർ. 1 ഹെക്ടർ 100 ഏക്കർ. അതായത് 100 ഏക്കർ എന്ന് പറയുമ്പോൾ 10,000 മീറ്റർ സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കൺവേർഷൻസ് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാനും സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനും. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ നമ്മൾ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ? മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ തിരിച്ച് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യേണ്ടത്, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായല്ലോ? ഇത് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എക്സാമ്പിൾ 1 പേജ് നമ്പർ 221. The length of a park is 50 meter and the breadth is 35 meter. The width of the flower bed running around the park is 5 meter. Find the area of the flower beds. നോക്കാം, പേജ് നമ്പർ 222 ആ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു റെക്ടാങ്കുലർ പാർക്ക് അല്ലേ, ഒരു റെക്ടാങ്കുലർ പാർക്ക്. അതിൻ്റെ 5 മീറ്റർ വിഡ്ത്തിൽ ഇങ്ങനെ ചുറ്റിനും ഒരു ഫ്ലവർ ബെഡ് ഉണ്ട്. 5 മീറ്റർ വിഡ്ത്തിൽ ഒരു ഫ്ലവർ ബെഡ്. ഒരു ഫ്ലവർ ബെഡ് അല്ലേ, അതായത് ഇതിൻ്റെ വിഡ്ത്ത് 5 മീറ്റർ. കണ്ടോ, ഇത് റെക്ടാങ്കുലർ പാർക്ക്, ഇത് റെക്ടാങ്കുലർ പാർക്ക്. അതിൻ്റെ ചുറ്റിനും കണ്ടോ ഇങ്ങനെ ഒരു 5 മീറ്റർ വിഡ്ത്തിലൊരു ഫ്ലവർ ബെഡ്.
ഈ ഫ്ലവർ ബെഡിൻ്റെ മാത്രം ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റെക്റ്റാങ്കിൾ പാർക്ക് കണ്ടോ, അതിൻ്റെ ചുറ്റിനും കണ്ടോ ഇങ്ങനെ ഒരു 5 മീറ്റർ വിഡ്ത്തിൽ ഒരു ഫ്ലവർ ബെഡ് ഉണ്ട് അല്ലേ, അതിൻ്റെ ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ റെക്റ്റാങ്കുലർ പാർക്കിൻ്റെ the length of a park is 50 meter and width is 35. Width of the flower bed running around the park is 5 meter. ഫിഗറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഫിഗറിൽ മെഷർമെന്റ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. പാർക്ക് അല്ലേ, ഈ പുറത്തുള്ളതാണ് ആ പാർക്ക്. പാർക്കിന്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 50 മീറ്റർ ആണ് കേട്ടോ. 50 മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ബ്രെഡ്ത്ത് 35. ബ്രെഡ്ത്ത് 35 മീറ്റർ. അപ്പോൾ എ ബി സി ഡി എന്നുള്ളൊരു പാർക്ക്, അതിൽ എ ബി 50 മീറ്റർ, ബി സി 35 മീറ്റർ. ഓക്കെ, നമുക്ക് ഉള്ളിലുള്ള ഈ ഒരു ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യാം. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് കിട്ടുന്നത്. അതാണ് ഫ്ലവർ ബെഡ്. കാരണം റെക്റ്റാങ്കിൾ പാർക്കിൽ ഇങ്ങനെ 5 മീറ്റർ വീതിയിലൊരു ഫ്ലവർ ബെഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്താൽ മതി, എ ബി സി ഡി എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഉള്ളിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ, ഞാൻ പേര് കൊടുക്കാം പി ക്യു ആർ എസ്. ഈ നമുക്ക് ഈ ഏരിയ ഓഫ് ഷെയ്ഡർ റീജിയൻ, അതായത് ഏരിയ ഓഫ് ഫ്ലവർ ബെഡ്, ഫ്ലവർ ബെഡിൻ്റെ ഏരിയ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏരിയ എ ബി സി ഡി, എ ബി സി ഡി എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഏത് സെപ്പറേറ്റ് ചെയ്താൽ മതി, ഉള്ളിലുള്ള പി ക്യു ആർ എസ് എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്താൽ മതിയല്ലോ. ബിക്കോസ് എ ബി സി ഡിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സ്പേസ് മൊത്തം വരും. ബട്ട് അതിൽ നിന്ന് നമുക്ക് ഏത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഉള്ളിലെ പി ക്യു ആർ എസ് എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ ആവില്ലേ. തിങ്ക് യെസ്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ഫ്ലവർ ബെഡ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ബി സി ഡി മൈനസ് ഏരിയ ഓഫ് പി ക്യു ആർ എസ്. ക്ലിയർ? ദെൻ ഏരിയ ഓഫ് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എ ബി സി ഡിയുടെ ലെങ്ത് 50 ആണ്, ബ്രെഡ്ത്ത് 35 ആണ്. അപ്പോൾ 50 ഇൻറ്റു 35 മൈനസ് ഏരിയ ഓഫ് പി ക്യു ആർ എസ്. ഈ പി ക്യു ആർ എസ് എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പി ക്യു, അതായത് എസ് ആർ അല്ലേ. അപ്പോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു പി ക്യു ആർ എസിൻ്റെ അല്ലേ, പി ക്യു ആർ എസ് എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്താ വരിക, ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള പി മുതൽ ക്യൂ വരെയുള്ള അല്ലെങ്കിൽ എസ് മുതൽ ആർ വരെയുള്ളതാണ് ലെങ്ത്. എത്ര വരിക, നമുക്ക് ഇങ്ങനെ പറയാം, ടോട്ടൽ എ മുതൽ ബി വരെ, അതായത് ഇവിടുന്നിട്ട് ഇവിടം വരെ 50 ആണ്. ആ 50ന്ന് ഇവിടുന്ന് ഒരു 5, ഇവിടുന്ന് ഒരു 5, ടോട്ടൽ 10. അപ്പോൾ 50ന്ന് 10 പോയാൽ ബാക്കിയുള്ളതായിരിക്കും എന്ത് വരിക, പി ക്യു ആർ എസിൻ്റെ ലെങ്ത്, അതായത് 40. മനസ്സിലായല്ലോ? കാരണം ഇവിടെയുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള വിഡ്ത്ത് എന്താണ്, 5 ആണ്. അപ്പോൾ ടോട്ടൽ ഇവിടുന്നിട്ട് ഇവിടം വരെ 50 ആണ്. അപ്പോൾ 50ന്ന് ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5, ടോട്ടൽ 10 പോയാൽ ബാക്കി കിട്ടുന്നതായിരിക്കും പി ക്യു. ക്ലിയർ? ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് ഇത് വരും, അതായത് ക്യു ആർ അല്ലെങ്കിൽ പി എസ് എത്ര വരും, ഇവിടുന്നിട്ട് ഇവിടം വരെ 35 ആണ്. അപ്പോൾ 35ന്ന് ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5, ടോട്ടൽ 10 അല്ലേ. 35ന്ന് 10 പോയാൽ 25. അപ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് 25. അപ്പോൾ ഉള്ളിലുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ, ഇതൊക്കെയാണ് വരിക 40 ഇൻറ്റു 25. അപ്പോൾ ഏരിയ ഇല്ലേ, നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. യെസ്. അപ്പോൾ ഏരിയ ഓഫ് ദി ഫ്ലവർ ബെഡ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഔട്ടർ റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ഇന്നർ റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ഔട്ടർ റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ഇന്നർ റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ഔട്ടർ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് 1750 മീറ്റർ സ്ക്വയർ മൈനസ് 40 ഇൻറ്റു 25, 40 ഇൻറ്റു 25 1000 മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യൂ, എന്നിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. 750 മീറ്റർ സ്ക്വയർ. 750 മീറ്റർ സ്ക്വയർ. ക്ലിയർ?
Okay, the next question. Example 2, page number 222. A playground has length of 40 meter and the width is 25 meter. There is a path 2 meter wide which runs in the middle of the ground. Along the length, find the area of the path. Find the area of the path. Figure നോക്കൂ, figure 16.4. ഒരു rectangle playground. Length 40 meter. Length 40 meter. 40 meter. Breadth 25 meter. Breadth 25 meter. Breadth 25 meter. Length 40 meter. Breadth 25 meter. വരുന്ന rectangular park. ഈ rectangular park ന്റെ there is a path 2 meter wide is runs in the middle of the ground. Middle of the ground along the length. Along the length എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന് നേരെയായിട്ട് ലെങ്ത്തിന്റെ സ്ഥാനത്തിലൂടെ ഒത്ത നടുക്കായിട്ട് 2 മീറ്റർ വൈഡിലൊരു വഴി കണ്ടോ ഇങ്ങനെ. ഓക്കെ, ലെങ്ത് വൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇങ്ങനെ ലെങ്ത് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ വഴി ഉണ്ടായിരിക്കുക. മനസ്സിലാവില്ല, കാരണം ലെങ്ത് 40 മീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്ത് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ വഴി ഉണ്ടായിരിക്കുക. ഓക്കെ, 2 മീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്ത്. 2 മീറ്റർ വീതി എന്ന് പറയുന്നത് 2 മീറ്റർ. ഇതാണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാത്ത്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത പാത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കിട്ടേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കുക, അതൊരു റെക്റ്റാങ്കിൾ അല്ലേ? അല്ലേ, ഇത് റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ ഒരു പേര് എടുക്കാം, PQRS. അപ്പോൾ ഏരിയ ഓഫ് പാത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ PQRS കണ്ടാൽ മതി. PQRS എന്ന റെക്റ്റാങ്കിൾ ഏരിയ കണ്ടാൽ മതി. ബട്ട് അതിൻ്റെ ബ്രെഡ്ത്ത് നമുക്കറിയാം 2 ആണ്. ബ്രെഡ്ത്ത് 2 ആണ്. ബട്ട് ലെങ്ത് എന്താണ്? ഈ PQRS എന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ 40 തന്നിട്ടില്ലേ? 40. വിഡ്ത്ത് 2 ആണ്, ലെങ്ത് എന്താ തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 2 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മീറ്റർ സ്ക്വയർ. 80 മീറ്റർ സ്ക്വയർ. ക്ലിയർ? ഈസി അല്ലേ? അതുപോലെ നിങ്ങൾ എക്സാമ്പിൾ 3 ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പേജ് നമ്പർ 222, എക്സാമ്പിൾ 3. ഇതേ ഒരു ലോജിക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കത് ക്ലിയർ ആവും. എക്സാമ്പിൾ 3 ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ദെൻ മാർക്ക് യുവർ ഹോംവർക്ക്. എക്സസൈസ് 16.2. Exercise 16.2. Question number 2 and 3. Question number 2 and 3. Okay. See you next class. Thank you.